പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമുക്കിത് ഇന്നലെ ആക്രിക്കടയിൽ നിന്ന് കിട്ടിയൊരു സ്പോട്ട് ലൈറ്റാണ്, LED ഒരു സ്പോട്ട് ലൈറ്റാണ്. നല്ല അടിപൊളി ലൈറ്റാണ്, വലിയ വലിപ്പമുള്ള ലൈറ്റാണ്. വാട്ട്സ് എത്രയാണെന്ന് ഇതിൻ്റെ മുകളിൽ കാണുന്നില്ല. എന്തായാലും നല്ലൊരു വാട്ട്സുള്ള ലൈറ്റ് തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് ഇത് വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. നമുക്കിതൊന്ന് അഴിച്ചിട്ട് ഇതെന്താ കംപ്ലൈൻറ്റ് ഉള്ളത് നോക്കിയിട്ട് റെഡിയാക്കി എടുക്കണം. കാരണം നമുക്കിവിടെ ഗാർഡൻ്റെ സൈഡിലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിയാക്കി എടുത്തിട്ട് ഗാർഡൻ്റെ സൈഡിലാക്കി വെച്ചിട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് ഉണ്ടാവും. അപ്പം ഇത് കുറച്ച് തുരുമ്പെല്ലാം ബാക്കിൽ കുറച്ച് തുരുമ്പെല്ലാം വന്നിട്ടുണ്ട്, അതൊന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട് നല്ല അടിപൊളിയാണ്, പൊടിയെല്ലാം തട്ടി കളഞ്ഞ് ക്ലിയർ ആക്കിയാൽ നല്ല അടിപൊളി ലൈറ്റാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നമുക്ക് റിപ്പയർ ചെയ്യേണ്ട സൗകര്യങ്ങളൊന്നുമില്ല, മൾട്ടിമീറ്ററും സോൾട്ടിങ് ആണെന്നും ഇപ്പം വീട്ടിലില്ല. അപ്പോൾ നമ്മളെ സുഹൃത്തിൻ്റെ കടയുണ്ട് തൊട്ടടുത്ത് തന്നെ. അപ്പോൾ നമ്മൾ നേരെ അടുത്തേക്ക് പോയിട്ട് ഇതൊന്ന് റിപ്പയർ ചെയ്തിട്ടെടുക്കണം. നമ്മൾ പണ്ട് മുതലേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ വെറുതെ പോകുന്ന സമയത്ത് ഇങ്ങനെ കാണുന്ന സാധനങ്ങൾ, നമുക്ക് ഇഷ്ടം തോന്നുന്ന സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ റിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കലുണ്ട്. അതേപോലെ തന്നെ നമ്മൾ റിപ്പയർ ചെയ്തിട്ട് ഉപയോഗിച്ച സാധനമാണ് ഈ ഒരു ഊഞ്ഞാലെല്ലാം നമുക്ക് ആക്രിയിൽ നിന്ന് കിട്ടിയതാണ്. അതേപോലെ നമുക്ക് ഈ ലൈറ്റും റിപ്പയർ ചെയ്തെടുത്തിട്ട് ഉപകാരപ്രദമാക്കാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിത് ഷോപ്പിലേക്ക് അയക്കാൻ കൊണ്ടുപോകുന്നതിനിടയ്ക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇത് അഴിച്ച് നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാമല്ലോ, ഇല്ലെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് അഴിച്ചു നോക്കാം. നേരത്തെ കുറച്ച് ഓയിലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്, കാരണം കുറച്ച് തുരുമ്പെല്ലുള്ളതുകൊണ്ട് ഓയിലാക്കി വെച്ചുകൊണ്ട് പെട്ടെന്ന് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് നമ്മളെ ഇതിൻ്റെ പവർ സപ്ലൈൻ്റെ ബോർഡുള്ളത്. അപ്പോൾ നമ്മളിത് അഴിച്ചിട്ടുണ്ട്. ഇതിലിപ്പം നല്ല പാക്കിങ്ങും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ നമുക്കിത് ഇനി ബാക്കി കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെങ്കിൽ എന്തായാലും മൾട്ടിമീറ്റർ ഉണ്ടായേ പറ്റുമോ, കാരണം ഇതിൻ്റെ ഡ്രൈവറിൻ്റെ ബോർഡ് ഒന്ന് ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ LED ചെക്ക് ചെയ്യണം. ഇതിൽ വേറെ കാര്യമായ പാർട്സുകളൊന്നുമില്ല. ഈ ഒരു LED-യും ഈ ഒരു ഡ്രൈവർ ബോർഡും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ഷോപ്പിൽ കൊണ്ടുപോയിട്ടൊന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഷോപ്പിൽ കൊണ്ടുവന്നിട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം അഴിച്ച് ഇനിയിപ്പോൾ ഇതിൻ്റെ ബൾബൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് 50 വാട്ട്സിൻ്റെ ബൾബാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഡ്രൈവറിനുള്ള കണക്ഷൻ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ബൾബ് ചെക്ക് ചെയ്ത് നോക്കാം. വയറെല്ലാം നല്ല രീതിയിൽ സോൾഡർ ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിട്ട സ്ലീവ് ഇട്ടിട്ട് പുറത്തെവിടെയും ടച്ച് ചെയ്യാത്ത വിധത്തിൽ ആക്കി വെക്കണം. അപ്പോൾ നമ്മൾ ബൾബെല്ലാം അഴിച്ച് മാറ്റിയിട്ട് അതിൻ്റെ ബാക്ക് കവർ നല്ല രീതിയിൽ വെള്ളം കയറാത്ത രീതിയിൽ സ്ക്രൂ ചെയ്യണം. കാരണം ഗ്ലാസ്സെല്ലാം തുടച്ച് വൃത്തിയാക്കുമ്പോഴത്തേക്കാണ് നല്ല അടിപൊളിയായിട്ടുണ്ട്. ലൈറ്റ് ഓണാക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള പ്രകാശമുണ്ട്. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റെല്ലാം ശരിയാക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളെ ചങ്ങായിൻ്റെ ഷോപ്പിൽ പോയിട്ടാണ് റിപ്പയർ ചെയ്ത് കൊണ്ടുവന്നത്. അതിൻ്റെ ബൾബ് ആയിരുന്നു പോയത്. നമ്മൾ എന്നിട്ട് LED ബൾബ് വേറെ മാറ്റിയിട്ട് 110 രൂപയാണ് ആ ബൾബിന് മാത്രം വന്നത്. ശരിക്ക് ഇത് നല്ലൊരു വിലയുള്ള സാധനമാണ്. നമ്മൾ അതിപ്പം ക്ലിയർ ആക്കി എടുത്തിട്ട് ഇപ്പം നല്ല അടിപൊളി നല്ല ലൈറ്റാണ്. അപ്പോൾ നമുക്ക് പുറത്ത് ഫിറ്റായി കൊടുക്കാം, കാരണം നല്ല വെളിച്ചമുണ്ട്. ഇപ്പോൾ 50 വാട്ട്സിൻ്റെ LED ആണ് ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഓണാക്കുമ്പോൾ തന്നെ നല്ല ലൈറ്റ് ഉണ്ട്. നമ്മൾ ഓണാക്കി കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഓണാക്കി കാണിച്ചു തരാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്കിത് പുറത്ത് ആൾക്കാർ പോകുന്ന വഴിയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ലൈറ്റാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആക്രിയിൽ നിന്ന് എടുത്ത ലൈറ്റിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോ വരുന്നത് എല്ലാവർക്കും. അതാണ് നമ്മളിവിടെ പുറത്തോട്ടേക്കാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഭാഗത്തോട്ടേക്ക് വെച്ചാൽ മേലെന്ന് വെച്ചാൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലൈറ്റ് ഇവിടേക്ക് നല്ല രീതിയിലുള്ള ലൈറ്റ് വരും. അപ്പോൾ നമ്മളിവിടുത്തെ വോളിലാണ് ഇത് വെക്കാൻ ഉദ്ദേശിക്കുന്നത്.